വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, പാകിസ്ഥാൻ നിരന്തരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ആണവായുധങ്ങളെക്കുറിച്ചും അവരുടെ ആണവ ബാഹുല്യത്തെക്കുറിച്ചും, ഞങ്ങളോട് മുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ആണവായുധങ്ങൾ ഇപ്പം നിങ്ങളുടെ ജാംനഗറിൽ വന്നു വീഴും, നിങ്ങളുടെ കൽക്കരി ഫാക്ടറികളിൽ വന്നു വീഴും, നിങ്ങളുടെ തെർമൽ പവർ പ്ലാന്റുകളിൽ വന്നു വീഴും എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന ഡിസ്കവറി പ്ലസിലെ OTT പ്ലാറ്റ്ഫോമിലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിക്ക് ശേഷം പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും എഴുതുന്നത് പാകിസ്ഥാന്റെ ആണവ തട്ടിപ്പിനെ കുറിച്ചാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ അത് എഴുതുന്നതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പം ഒരു അറബ് നാറ്റോ വന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് ഈ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ ആണവ ശക്തിയായിട്ടുള്ളത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ ആണവ തട്ടിപ്പിനെ തുറന്നു കാട്ടി എന്നാണ് പല മാധ്യമങ്ങളും അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ. അവർ കൊടുത്തിരിക്കുന്ന ലേഖനം വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻസ് ന്യൂക്ലിയർ ബ്ലഫ് എന്നാണ് അവർ ഇതിനെ പറയുന്നത്. അതായത് വെറുതെ വാചാടോപം നടത്തുക എന്നുള്ളതിനുപരി യവന്മാരുടെ കയ്യിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്നുള്ളതാണ് അവർ എഴുതിയിരിക്കുന്നത്. അതിന് അവർ കൊടുക്കുന്ന ഉദാഹരണം ഇന്ത്യയാണ്. ഇന്ത്യ അടിച്ചല്ലോ പാകിസ്ഥാനെ. രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തുകൂടാ എന്നുള്ളൊരു നിയമമുണ്ട്. പക്ഷെ എങ്കിലും ഇന്ത്യ ഗതികേട് കൊണ്ട് അടിച്ചപ്പോൾ ന്യൂക്ലിയർ സൈറ്റിൽ തന്നെ അടിച്ചു. അപ്പോൾ പാകിസ്ഥാൻ വരണ്ടുപോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. പാകിസ്ഥാന്റെ ദീർഘകാല തന്ത്രം അഥവാ ഫുൾ സ്പെക്ട്രം ഡിഫൻസ് എന്നുള്ളതാണ് ഇവരുടെ ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ എന്ന് പറയുന്നത്. 2025 മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ ആശയത്തിന് ഒരു അവസാനമായി. അതായത് ഇവർ മുന്നിലേക്ക് വെക്കുന്ന ഈ ന്യൂക്ലിയർ വാർ ഫൈറ്റിന് അവർക്ക് തന്നെ ഒരു പരിധിയുണ്ട് എന്ന് ഇന്ത്യ തെളിയിച്ചു കൊടുത്തു. ആണവായുധം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലെ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തി. ഒന്നാമത്, അതായത് പാകിസ്ഥാൻ ആണവ ശക്തിയാണ്, അതിനാൽ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ വലിയ കൺവെൻഷണൽ മിലിറ്ററി ആക്ഷൻ എടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ പൊളിച്ചു കൊടുത്തു. വലിയൊരു കൺവെൻഷണൽ മിലിറ്ററി ആക്ഷനാണ് എടുത്തത്. രണ്ട് ആണവ ശക്തികൾ, നമ്മൾ യുദ്ധം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കുറെ നാൾക്ക് ശേഷം ഈ ആണവായുധങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം, ആണവ രാജ്യമായതിനു ശേഷം ഞങ്ങളെ ആർക്കും അടിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ധാരണ അത് ഇന്ത്യ മാറ്റിക്കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ന്യൂക്ലിയർ ബ്ലഫ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ വെറും കള്ളമാണോ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അവിടെ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ യഥാർത്ഥമാണ്, അതിന് വലിയ നശീകരണ ശേഷിയുണ്ട് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുമ്പോഴും ഇവര് ബ്ലഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ആണവായുധമുള്ളതിനാൽ ഒരു കൺവെൻഷണൽ വാർ പാകിസ്ഥാനുമായിട്ട് നടത്താൻ ഒരു രാജ്യങ്ങൾക്കും സാധിക്കില്ല എന്നുള്ളതാണ് ബ്ലഫ്. കാരണം ആണവായുധങ്ങളുണ്ട് എങ്കിലും പാകിസ്ഥാനെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. അത് ഇന്ത്യ തെളിയിച്ചു തന്ന കാര്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. ആണവായുധം എന്ന് പറയുന്ന ഒരു ഡിറ്ററന്റ് ആണ്. എതിരാളിയെ വലിയ യുദ്ധത്തിൽ നിന്ന് ഇവര് പിന്തിരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശക്തി, അതാണ് ആണവായുധം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ തരം സൈനിക നടപടിയും തടയുന്ന പാകിസ്ഥാന്റെ ഒരു കവചമല്ല ആണവായുധം എന്നും പറയുന്നുണ്ട്. പാകിസ്ഥാൻ നിരന്തരം പറയുന്നത് ഞങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ആരും വലുതായിട്ട് ആക്രമിക്കില്ല എന്നുള്ളതാണ്. അത് തീർന്നു. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ അനുഭവം എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഇത് വലിയ ചർച്ചയായി. അപ്പോ ഈ പാകിസ്ഥാനെ നമ്പി വന്നിരിക്കുന്ന ഈ അറബ് നാറ്റോയും മുസ്ലിം നാറ്റോയും ഒക്കെ ഇവരുടെ ആണവായുധം കണ്ടിട്ടാണ് നമ്പി വന്നിരിക്കുന്നത്. അപ്പോഴാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇങ്ങനത്തെ ലേഖനങ്ങളൊക്കെ പഠിച്ചുവിടുന്നത്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ഡിസ്കവറിയിലെ ഒരു ഡോക്യുമെന്ററി ഇറങ്ങിയപ്പോൾ തെളിവ് സഹിതം പാകിസ്ഥാനെ തുറന്നു കാണിക്കുകയാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ ചെയ്തത് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഇനിയും പാകിസ്ഥാന് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ആണവ ശക്തിയാണ് എന്ന് പറഞ്ഞ ഈ ന്യൂക്ലിയർ ബ്ലഫിലൂടെ എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും? അല്ലെങ്കിൽ എത്ര കാലമെന്നല്ല, അത് കഴിഞ്ഞു, എങ്കിലും ഇനിയും അവർക്ക് അത് ബ്ലഫ് ചെയ്യുകയാണെങ്കിൽ എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് ഇതിപ്പോ വീണ്ടും ഉയർന്നു വരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസമായിരുന്നു പാകിസ്ഥാൻ അവരുടെ ആണവ ആയുധം പരീക്ഷിച്ചതിന്റെ വിജയദിനമായിട്ട് ആഘോഷിച്ചു. എന്തൊരു തക്ബീറാണ് അതിന്റെ പേര്, ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അങ്ങനെ ഒരു ആഘോഷമാണ് അത്. അവരുടെ പരീക്ഷണങ്ങൾക്ക് അവരുടെ പേര് തന്നെയായിരുന്നത്. അതിന്റെ ആഘോഷം വലിയ രീതിയിൽ. അതിനവർ പറഞ്ഞ കാര്യം, ഇത് പരീക്ഷിക്കുമ്പോൾ 1983 ഇതിന്റെ പരീക്ഷണം നടക്കുമ്പോൾ ഇത് ആരും ആഘോഷിച്ചിരുന്നില്ല. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും വളരെ ശക്തമല്ലല്ലോ. അപ്പം അത് ഇപ്പോൾ അതൊരു വലിയ ആഘോഷമാക്കി മാറ്റി. പക്ഷെ അവിടെ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ കണ്ടെത്തിയ കാര്യം, കുറെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട് ഇതിന്റെ ഈ സ്ഫോടനങ്ങളുടെയൊക്കെ, പഴയ സ്ഫോടനങ്ങളുടെ ആ പരീക്ഷണത്തിന്റെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുഴുവൻ ഈ സൈനിക മേധാവികളുടെ ചിത്രങ്ങളൊക്കെയാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നവരെ. പക്ഷെ അതിനകത്ത് ഒരിക്കൽ പോലും ഈ ആണവ പോർവിനെ ഘടിപ്പിച്ചൊരു മിസൈൽ പോലും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈവൻ ഉത്തര കൊറിയ പോലും അത് കാണിക്കുന്നുണ്ട്. അവിടെ ഇവർക്ക് അത് കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിലേക്ക് വീണ്ടും തിരിയുന്നത്. അതിനകത്ത് ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ പരീക്ഷണം ഇന്ത്യ നടത്തുന്നത് 1974 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, രണ്ടാമത്തേത് 1998 AB വാജ്പേയിയുടെ കാലത്ത്, ഓപ്പറേഷൻ ശക്തി. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും അതിനെ വിശേഷിപ്പിക്കുന്നത് ബുദ്ധൻ വീണ്ടും ചിരിച്ചു എന്നുള്ളതാണ്.
ശരിക്കും അതല്ല അതിന്റെ പേര്, ഓപ്പറേഷൻ ശക്തി എന്നാണ്. ഈ ശക്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇനി ആദിപരാശക്തിയാണെന്ന് അറിഞ്ഞിട്ടാണെന്ന് അറിയത്തില്ല, മാധ്യമങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതല്ല, ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു അതിന്റെ പേര്. അന്നാണ് ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി പരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ ആദ്യം അണുപരീക്ഷണം നടത്തി. പക്ഷെ രണ്ടാമത്തത് അങ്ങനെ ആയിരുന്നില്ല. അണുപരീക്ഷണം നടത്തിയിട്ടും നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ രാജ്യത്തെ, ലോകത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങളൊരു ആണവ രാഷ്ട്രമായി മാറിയിരിക്കുന്നു. അതിന് ഒരു പവർ കൂടുതലാണ്. അന്ന് ഇപ്പോഴും അതിനെക്കുറിച്ച് കേൾക്കുന്നത് ആണവ പരീക്ഷണം ആയിരുന്നില്ല നടന്നത്, അതിന് മുകളിലുള്ള ഒരു പരീക്ഷണമായിരുന്നു നടന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയത്തില്ല. ഇനി ഈ ആണവ പരീക്ഷണത്തിന്റെ വ്യാപ്തിയും കാര്യങ്ങളും ഒന്നും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലോ, പറയുന്നതായിരിക്കത്തില്ലല്ലോ ചെയ്യുന്നത്. ഏതായാലും അത് വരുന്നു. അതിനുശേഷം വീണ്ടും പാകിസ്ഥാൻ, ഇന്ത്യ എനിക്ക് തോന്നുന്നു മാർച്ച് 18 മറ്റോ 16 മറ്റോ ആണ് ഇത് ചെയ്യുന്നത്. അതിന്റെ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ പാകിസ്ഥാൻ ആണവ പരീക്ഷണം വീണ്ടും നടത്തുന്നു. 1983 ശേഷം 1998 ഇന്ത്യ പരീക്ഷണം നടത്തിയിട്ട് 20 ദിവസം കഴിയുമ്പോൾ അവർ പരീക്ഷണം നടത്തുന്നു. ആദ്യത്തേത് സിയാവുൾ ഹക്കിന്റെ കാലത്തായിരുന്നു ആദ്യ പരീക്ഷണം പാകിസ്ഥാൻ നടത്തിയതെങ്കിൽ, രണ്ടാമത്തെ പരീക്ഷണം നടക്കുമ്പോൾ പക്ഷെ ആദ്യത്തെ പരീക്ഷണം ഇന്ദിരാഗാന്ധി നടത്തിയതിനു ശേഷം അത് റഷ്യൻ സാങ്കേതിക വിദ്യയോട് സംയോജിപ്പിച്ചുകൊണ്ടായിരുന്നു. അതിന് ശേഷം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അത് രണ്ട് കഥയുണ്ട്, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നു. പക്ഷെ സംഭവിച്ചത് ഈ പാകിസ്ഥാനിലുള്ള ഒരു വ്യക്തി, പേര് മുമ്പൊരിക്കൽ ഞാൻ ചർച്ച പറഞ്ഞിരുന്ന, അദ്ദേഹം അവിടെ പോയിട്ട് ഈ ജർമ്മൻ ഭാഷ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന തസ്തികയിലേക്ക് ജോലി കിട്ടുകയും അവിടുന്ന് അമേരിക്കയുടെ ആണവ രൂപരേഖ ജർമ്മനിക്ക് കൊടുത്തിരുന്നു. അത് പകർത്തി എഴുതാൻ പോയപ്പോൾ അവിടുത്തെ ഈ രേഖകൾ മോഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അവിടെ നിന്നത് ചൈനയ്ക്ക് കൈമാറി. ചൈനയുടെ സഹായത്തോടു കൂടിയാണ് ഇവരത് പരീക്ഷണം നടത്തിയത്. പക്ഷെ രണ്ടാമത്തെ പരീക്ഷണം ചൈനയുടെ അമേരിക്കയുടെ എല്ലാം സഹായം അവർക്ക് അതിനകത്തുണ്ടായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഇതൊന്നും പൊട്ടിക്കാതെ നിവൃത്തിയില്ല. കാരണം ഇന്ത്യ പൊട്ടിക്കുകയും ചെയ്തു, പ്രധാനമന്ത്രി AB വാജ്പേയി ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അപ്പം ജനറൽ പർവേസ് മുഷാറഫ് ആയിരുന്നു ഈ പട്ടാള മേധാവി. ഇപ്പോഴത്തെ മുനീറും ഷഹബാസ് ഷെരീഫും നമ്മളെ കളി പോലെ തന്നെയാണെന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് അതിനുശേഷം 99 നമ്മൾ കാർഗിൽ വാറിനെ അഭിമുഖീകരിക്കേണ്ട ഒരു ഇതിലേക്ക് പോയി. ഇവിടെ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് കുറച്ച് പോയിന്റിലേക്ക് പോകുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാണെന്നത്. കാരണം പാകിസ്ഥാന്റെ ഒരു ആണവായുധമുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ആണവായുധമുള്ള രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ, അതിലൊന്നും ബെടായി അവർ പറയുന്നില്ല. പക്ഷെ ഇത് ആണവായുധം ഉണ്ട് എന്ന് കരുതിയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള പോർമുനകൾ, ഇപ്പൊ അവർ പറയുന്നത് 12 ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകൾ ഞങ്ങൾ ഇന്ത്യക്കെതിരെ വിന്യസിച്ചിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ പറയുന്ന അത്രയും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് അത് ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് 2 വട്ടം ചിന്തിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യക്കെതിരെ അങ്ങനെ ഒരു ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പങ്ങൾ. കാരണം ഇന്ത്യക്കെതിരെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇന്ത്യയുടെ തിരിച്ചടി ഒരുപക്ഷെ പാകിസ്ഥാനെ തന്നെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുന്ന രീതിയിലേക്കായിരിക്കും. കാരണം ഈ ആണവായുധം ഉപയോഗിക്കുന്നത് അവസാന കൈ എന്ന നിലയിലാണ് പല രാജ്യങ്ങളും. കാരണം നിക്കക്കള്ളി ഇല്ല, രാജ്യം തകരുന്നു ഒരു ഘട്ടത്തിലേക്കാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അതിന് മുതിർന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അതുമാത്രമല്ല, ഇന്ത്യ കൊടുത്തൊരു അടി, അതായത് പാകിസ്ഥാന്റെ ആദ്യ ആണവ പരീക്ഷണം നടക്കുന്ന 1983 നടന്ന സ്ഥലമാണ് ഹിരാണ ഹിൽസ്. ഈ ഹിരാണ ഹിൽസിലാണ് ഇന്ത്യ അടിക്കുന്നത്. അവരുടെ ആണവ പരീക്ഷണം നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു വെറും പരീക്ഷണ സ്ഥലമല്ല, അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. അതിന്റെ കവാടത്തിലാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് പതിക്കുന്നതും അവർ കിടുങ്ങിപ്പോയതും ഒരു സംഭവമാണ്. അതോടുകൂടി തന്നെ മനസ്സിലായി, ലോകത്ത് നിയമമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ആണവ ആയുധങ്ങളുള്ള രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാറില്ല. അതൊരു അലിഖിത നിയമമാണ്. കാരണം ഈ രണ്ടുപേര് മുട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ടാണ് അതൊരു അലിഖിത നിയമമാണ്. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു. അന്ന് ലോകത്ത് ആദ്യമായിട്ടാണ് 2 ആണവ രാജ്യങ്ങൾ ഏറ്റുമുട്ടുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അതിനായിരുന്നു തെളിയിച്ചത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ ആയുധങ്ങൾ അവർക്ക് എടുക്കാനും ഉപയോഗിക്കാനും പറ്റിയില്ല. അപ്പൊ അതിൽ നിന്ന് ഈ മാധ്യമങ്ങൾ പറയുന്നത് അവർക്കിത് സംഭവമുണ്ട്, ആണവായുധമുണ്ട്, അത് അപകടകരവുമാണ്, ഭയങ്കര അപകടകരമായ ആയുധമാണ് അവരുടെ ഇരിക്കുന്നതും, പക്ഷെ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവരൊരു ആണവ കുട നിർമ്മിച്ചു എന്നാണ് ഇവർ അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചത്. പക്ഷെ ആദ്യത്തെ അടി തന്നെ ഇവർ ആണവ കുടയ്ക്കാണ് കിട്ടിയത്. അതായത് ഇവരുടെ ഈ ഇതുണ്ടല്ലോ, ഇത് സംരക്ഷണ കവചം, ആ സംരക്ഷണ കവചങ്ങളെല്ലാം തകർന്നുപോയി ഇവരുടെ. അത് തകർന്നു പോയതോടുകൂടി ഇവർ മാനസികമായി തകർന്നു. അപ്പൊ ആണവക്കുട എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ആദ്യം ഭയങ്കരമായിട്ട് അത് അന്ന് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇവർ ആണവക്കുട എന്ന് പറയുന്നൊരു കാര്യം, അന്ന് ഇസ്രായേൽ ആണവക്കുട നിർമ്മിക്കുന്നു, പിന്നെ ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക നിർമ്മിക്കുന്നു, ഇന്ത്യ ആണെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നു, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് സുദർശന ചക്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന ജനത്തിനെ പറ്റിക്കണമല്ലോ. അപ്പൊ പറഞ്ഞ് ഞങ്ങൾ ആണവക്കുട ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. ആണവക്കുടക്കിട്ടാണ് ആദ്യം അടി കിട്ടുന്നത്. അവിടെയാണ് ഇവരുടെ ഈ പുറംപൂച്ച് പുറത്തു വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നതാണ് പാകിസ്ഥാന്റെ ഈ ഒരു തള്ളു മാത്രമേ ഉള്ളൂ. ഇതിപ്പോ പൊങ്ങി വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്.
ഒരു മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു സഖ്യം രൂപപ്പെട്ടു വരുന്നു. അറബ് നാറ്റോ ഇല്ലെങ്കിൽ മുസ്ലിം നാറ്റോ എന്നൊക്കെ പറയുന്ന ഒരു സഖ്യം രൂപപ്പെട്ടു വരുന്നു. ഈ സഖ്യം വരുമ്പോൾ അതിനകത്തുള്ള ഏക ആണവ രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇത് എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. ഇത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിരിക്കുന്ന ഈ ആണവായുധങ്ങൾ ഭീകരന്മാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലോകത്തിന് തന്നെ ഉണ്ടാക്കും. അതാണ് അവരുടെ ഭയം. ഇതിൽ നിന്ന് തന്നെയാണ് ഈ ലേഖനം പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ലേഖനം മുൻപ് വരാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒന്ന് അജിത് ഡോവലിന്റെ വെളിപ്പെടുത്തൽ വന്നു. അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ആണവ ആഘോഷം, അവരുടെ വാർഷിക ആഘോഷം നടത്തുന്നു. പിന്നീട് വന്നത് ഈ ഒരു കാര്യമാണ്, ഈ പറയുന്ന ഇപ്പൊ ഈ പാശ്ചാത്യ ലോകത്ത് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ സഖ്യം. ഇതെല്ലാം കൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത്. ഏതായാലും നമ്മളല്ല, പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ തുറന്ന് എഴുതുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്കും ഇതൊക്കെ അറിയാമായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിതിൽ നിന്ന് വെളിവാകുന്നുണ്ട്.